ഹലോ എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ചാപ്റ്റർ 6 ആയിട്ട് വരുന്ന ക്ലൈൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിങ് ജാവാസ്ക്രിപ്റ്റ് എന്ന ലെസൺ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ നോട്ട്സ് കൂടെ നമ്മൾ ഈ വീഡിയോയിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ ഒരു ലെസണിലെ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ആൻസേഴ്സും എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ജാവാസ്ക്രിപ്റ്റ് കേട്ടോ. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് ഈസ് ദി മോസ്റ്റ് കോമൺലി യൂസ്ഡ് ക്ലൈൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് മോസ്റ്റ് ആയിട്ട് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ക്ലൈൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിലാണ് യൂസ് ചെയ്യുന്നത്. അതാരാണ് അതാരാ കണ്ടുപിടിച്ചത്? അതുപോലെ തന്നെ ഇതെല്ലാ ബ്രൗസേഴ്സിനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് മെയിനായിട്ട് ഫോളോ ചെയ്യുന്ന സിൻടാക്സ് എന്ന് പറയുന്നത് C++ ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം കേട്ടോ. പിന്നെ സാമ്പിൾ ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാം, അതായത് ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാമിൻ്റെ എക്സാമ്പിൾ പോലെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. HTML ടാഗ് ഓപ്പൺ ചെയ്തു, ഹെഡ് ടാഗ് ഓപ്പൺ ചെയ്തു, അതിനുശേഷം ടൈറ്റിൽ ടാഗ് എടുത്തിട്ട് എന്താണ് നമുക്ക് വേണ്ടത് അത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കണം, ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. നെക്സ്റ്റ് ആണ്, വിച്ച് ടാഗ് ഈസ് യൂസ്ഡ് ടു ഇൻക്ലൂഡ് സ്ക്രിപ്റ്റ് ഇൻ ആൻ HTML പ്രോഗ്രാം, എക്സ്പ്ലെയിൻ ഇറ്റ്സ് ആട്രിബ്യൂട്ട്. അപ്പോൾ എന്താന്ന് പറയുന്നത്, ഏത് ടാഗാണ് HTML പ്രോഗ്രാം സ്ക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക, ഏതൊക്കെ ടാഗാണ് ഇൻക്ലൂഡ് ചെയ്യാന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്താണെന്ന് കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഏത് സ്ക്രിപ്റ്റാണെന്നും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്ക്രിപ്റ്റ് തന്നെയാണ്. ടാഗ് ഈസ് യൂസ്ഡ് ടു ഇൻക്ലൂഡിങ് സ്ക്രിപ്റ്റിംഗ് കോഡ് ഇൻ ആൻ HTML പേജ്. HTML പേജിൽ സ്ക്രിപ്റ്റിംഗ് കോഡ് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ടാഗ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ആട്രിബ്യൂട്ട്സ് രണ്ടെണ്ണേ ഉള്ളൂ, ലാംഗ്വേജും സോഴ്സും. അപ്പോൾ അത് വായിച്ചു നോക്കുക, വളരെ ഈസി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ആണ്, വാട്ട് ഈസ് ദി യൂസ് ഓഫ് ജാവാസ്ക്രിപ്റ്റ് എൻജിൻ. ജാവാസ്ക്രിപ്റ്റ് എൻജിൻ്റെ യൂസ് എന്താണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ജാവാസ്ക്രിപ്റ്റ് എൻജിൻ ഈസ് എ വിർച്വൽ മെഷീൻ ഫോർ എക്സിക്യൂട്ടിംഗ് ജാവാസ്ക്രിപ്റ്റ്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് എൻജിൻ എന്ന് പറയുന്നത് കേട്ടോ. എവറി ബ്രൗസർ ഹാസ് എ ജാവാസ്ക്രിപ്റ്റ്. എല്ലാ ബ്രൗസറിനും എന്തുണ്ട്? ജാവാസ്ക്രിപ്റ്റ് എൻജിൻ ഉണ്ട്. അതുപോലുള്ള കാര്യങ്ങളാണ്. നെക്സ്റ്റ് ആണ്, വാട്ട് ഈസ് എ ഫംഗ്ഷൻ ഇൻ ജാവാസ്ക്രിപ്റ്റ്. ജാവാസ്ക്രിപ്റ്റിലെ ഫംഗ്ഷൻ എന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. എ ഫംഗ്ഷൻ ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ വിത്ത് എ നെയിം. ഒരു നെയിമുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഫംഗ്ഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്, ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആൻഡ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ അല്ലേ. അതിവിടെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ജസ്റ്റ് നോക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ആണ്, വാട്ട് ആർ ദി ഡാറ്റ ടൈപ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. ജാവാസ്ക്രിപ്റ്റിലുള്ള ഡാറ്റ ടൈപ്സ് നമുക്കറിയാം, മെയിനായിട്ട് മൂന്നെണ്ണമാണ്: നമ്പർ, സ്ട്രിങ്സ്, ബൂളിയൻ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അത് ഏതൊക്കെയാണ് നിങ്ങൾ നോക്കുക, വളരെ ഈസി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ആണ്, ഹൗ ടു ഡിക്ലെയർ വേരിയബിൾസ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. ജാവാസ്ക്രിപ്റ്റിൽ എങ്ങനെയാണ് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാമെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വേരിയബിൾ ക്യാൻ ഡിക്ലെയർഡ് ബൈ യൂസിങ് കീവേഡ് വാർ. അപ്പോൾ വാർ എന്ന് പറഞ്ഞൊരു കീവേഡ് കൊണ്ടാണ് നമ്മൾ വേരിയബിൾസ് ഒക്കെ ഡിക്ലെയർ ചെയ്യാമെന്നാണ് പറയുന്നത്. പിന്നെ ഡാറ്റ ടൈപ്പ് ഓഫ് ദി വേരിയബിൾ ഈസ് ഡിസൈഡ് ഓൺലി വെൻ എ വാല്യൂ ഈസ് അസൈൻഡ് ടു ഇറ്റ്. അപ്പോൾ ഒരു വാല്യൂ ഓൾറെഡി അസൈൻ ചെയ്തിട്ടുണ്ടാവും, അതിൽ മാത്രമാണ് വേരിയബിൾ എന്ത് ചെയ്യുക, ആ ഒരു ഡാറ്റ ടൈപ്പ്, അതായത് ഡാറ്റ ടൈപ്പ് ഓഫ് വേരിയബിൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവുക എന്നാണ് പറയുന്നത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ആണ്, വാട്ട് ആർ ദി ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് യൂസ്ഡ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. അപ്പോൾ എന്തൊക്കെ ടൈപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ആണ് ജാവാസ്ക്രിപ്റ്റിൽ യൂസ് ചെയ്യുക, ഏതൊക്കെയാണ്? അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ്, അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, സ്ട്രിംഗ് അഡീഷൻ ഓപ്പറേറ്റർ കേട്ടോ. അപ്പോൾ ഇത് നോക്കണം. അപ്പോൾ അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുന്ന ഈ ഒരു ടേബിൾ. നെക്സ്റ്റ് ആണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സിൽ ഉണ്ടല്ലേ, ആഡ് ഉണ്ട്, സബ്സ്ട്രാക്ഷൻ ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കട്ടെ, എക്സാമ്പിൾ നോക്കണം. അപ്പോൾ ഇത് എന്താ വാല്യൂ, അതിൻ്റെ റിസൾട്ട്, ഇത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുവരുന്നത് 2 മാർക്കിനൊക്കെ മാക്സിമം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക. നെക്സ്റ്റ് ആണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ടേബിളും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. നെക്സ്റ്റ് ആണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ടേബിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കുഞ്ഞു ടേബിളാണ്. അപ്പോൾ ഇതൊക്കെ നോക്കാം കേട്ടോ, വളരെ ഈസി ആയിട്ടുള്ള പോയിന്റ്സിലാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നോക്കുക, വായിച്ചാൽ തന്നെ മനസ്സിലാവും. നെക്സ്റ്റ് ആണ്, കൺട്രോൾ സ്ട്രക്ചർ ഇൻ ജാവാസ്ക്രിപ്റ്റ്. ജാവാസ്ക്രിപ്റ്റിലുള്ള കൺട്രോൾ സ്ട്രക്ചർ എന്താണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ നോക്കുക, അത് ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്ത് ദി കൺട്രോൾ സ്ട്രക്ചേഴ്സ്. പെട്ടെന്ന് നമുക്കൊരു ആവശ്യം വരികയാണ്, അങ്ങനെയുള്ള സമയത്ത് ജാവാസ്ക്രിപ്റ്റിൽ എങ്ങനെയുള്ള കൺട്രോൾ സ്ട്രക്ചേഴ്സ് ആണ് യൂസ് ചെയ്യാമെന്ന് ചോദിക്കും. അപ്പോൾ എങ്ങനെയാണ്? ഇഫ്, സ്വിച്ച്, ഫോർ, വൈൽ കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിൻ്റെ സിൻടാക്സ് കൂടി സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചോളൂ. നെക്സ്റ്റ് ആണ് സിൻടാക്സ് ഓഫ് സിമ്പിൾ ഇഫ്. ഇഫിൻ്റെ സിൻടാക്സ് എന്താണ്? ഇഫ് വിത്ത് എൽസ്, അതായത് ഇഫ് എൽസ് എന്ന് പറയുമല്ലോ. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് എന്താണെന്ന് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്, സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. നെക്സ്റ്റ് ആണ് സ്വിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ സ്വിച്ച് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്നൊരു സിൻടാക്സ് അങ്ങനെയൊക്കെ പറയാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്താണെന്ന് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നോക്കുക. അതുപോലെ തന്നെ ഫോറിൻ്റെയും തരുന്നുണ്ട്. ഫോർ ലൂപ്പ് ഈസ് യൂസ്ഡ് ടു എക്സിക്യൂട്ട് എ പ്രോഗ്രാം ഓഫ് ഇൻസ്ട്രക്ഷൻ റിപ്പീറ്റഡ്ലി. ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്തുകൊണ്ട് പ്രോഗ്രാമിനെ കണ്ടിന്യൂസ്, അതായത് റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഫോർ ലൂപ്പ് ഒക്കെ യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക.
നെക്സ്റ്റ് ആണ് വൈൽ എന്ന് പറയുന്നത് കേട്ടോ. വൈലും പഠിക്കണം, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ആണ് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. ജാവാസ്ക്രിപ്റ്റിലുള്ള ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഏതൊക്കെയാണ് അതിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു 4 എണ്ണം അല്ലെങ്കിൽ 6 എണ്ണം പഠിച്ചു വെക്കണം കേട്ടോ. കാരണം സെപ്പറേറ്റ് ആയിട്ട് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ അറിയണേ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ഓരോ ഇതും, അതായത് ഇതിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ്, ബിൽറ്റ് ഇൻ ഫങ്ഷൻസിൽ ഓരോന്നും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അലേർട്ടിൻ്റെ തന്നിട്ടുണ്ട്, ഈ സ്നാൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം തന്നിട്ടുണ്ട്. അതുപോലെ 2 അപ്പർ കേസ് തന്നിട്ടുണ്ട്, 2 ലോവർ കേസിൻ്റെ തന്നിട്ടുണ്ട്, ചാർട്ടറ്റ്. അപ്പോൾ ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് നോക്കണം കേട്ടോ. കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് ആണ്. പിന്നെ ലെങ്ത് പ്രോപ്പർട്ടിയും തന്നിട്ടുണ്ട്. പിന്നെ വാട്ട് ആർ ദി ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഫോർ ആഡിങ് സ്ക്രിപ്റ്റ് ഇൻ ആൻ HTML പേജ്. HTML പേജിൽ എത്ര ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട് സ്ക്രിപ്റ്റ് ആഡ് ചെയ്യാമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതെന്താ നിങ്ങൾ വായിച്ചു നോക്കുക, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻ വിത്ത് ആൻസേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിർബന്ധമായിട്ട് ഈ ഒരു വീഡിയോ കണ്ടിട്ട് അതുപോലെ തന്നെ ഇതിലെല്ലാം ഒന്ന് പഠിക്കുകയും കൂടെ ചെയ്യണേ. അതുപോലെ തന്നെ നമ്മളൊരു 10 days എക്സാം ചാലഞ്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡിസംബർ മന്തിലേക്കുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു 10 days ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാംസിന് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് ആണ്. അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രമായിട്ടോ നമ്മൾ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. ഓൺലൈനായിട്ട് തന്നെയാണ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. 10 days കൊണ്ടൊരു സബ്ജക്റ്റ് പക്ക ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന ഒരു തരത്തിലായിരിക്കും ആ ഒരു പ്ലാറ്റ്ഫോം തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഷുവറായിട്ടൊരു 65 മേലെ മാർക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ അത്രയ്ക്ക് ഷുവറായിട്ട് തന്നെയാണ് ക്ലാസ്സിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രമാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ എല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തും തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ആണ്, അതിൽ ചേരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് എൻ്റെ ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ മതി. അതുപോലെ തന്നെ ഏത് സബ്ജക്റ്റാണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യാൻ കൂടി മറക്കരുത് കേട്ടോ. കാരണം ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ക്ലാസ് ആയിരിക്കും. 65 എബോവ് മാർക്ക് എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കാരണം എന്താ വെച്ചാൽ അത്രയ്ക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ വിത്ത് ആൻസേഴ്സ് മാത്രമായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന തന്നെ 65 മാർക്കും നമ്മൾ ആ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനിലും ആൻസേഴ്സിൽ തന്നെ ഉണ്ടാവും കേട്ടോ. അതെനിക്ക് ഷുവറായിട്ട് പറയാൻ കഴിയും. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.